ഹലോ ഡിയേഴ്സ്. അപ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് എൻ്റെ ചെയ്യുന്നത് കാണിച്ചു തരാം. രാവിലെ തന്നെ ഫ്ലാക്സ് സീഡ് ഇട്ട് പൊടിച്ച് ഈ വെള്ളമാണ് കുടിക്കുന്നത്. വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ രാവിലെ ഞാൻ എണീച്ചത് 10:30 ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. അപ്പോൾ ചായ എനിക്കും അമ്മമ്മയ്ക്കും ഉള്ളത് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഒരു മുട്ടപ്പം ഉണ്ടാക്കി. ഇന്ന് നൂലപ്പമായിരുന്നു വീട്ടിൽ. നൂലപ്പം എന്ന് വെച്ചാൽ ഇടിയപ്പം. സോ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുട്ടക്കറി ഓൾറെഡി ഉണ്ടായിരുന്നു, അതിൽ മുട്ടയില്ല. അപ്പോൾ മുട്ട ഞാൻ ഇങ്ങനെ അപ്പാക്കി കഴിച്ചു. പിന്നെ അമ്മാമ്മയ്ക്ക് ചായ കൊണ്ട് കൊടുത്തു. പിന്നെ എനിക്ക് ടി വി കാണാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്താണെന്നറിയില്ല, എനിക്കങ്ങനെ കാണണം. എനിക്ക് ടി വി അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്ന് വേണം. പിന്നെ ഹെയർ കെയർ, ഇന്ന് ഹെയർ വാഷ് ചെയ്യേണ്ട ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓയിലൊക്കെ ചെയ്ത് ഹെയറൊക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ കൊച്ചിനെ ഇവിടെയാണ് കെട്ടിയിരിക്കുന്നത്, ഇതാണ് ജൂലി. അപ്പോൾ അവളെ കുറച്ച് നേരം കൊഞ്ചിച്ചു. പിന്നെ അമ്മാമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. അമ്മമ്മയുടെ കാല് മുറിഞ്ഞു. അപ്പോൾ അമ്മാമ്മനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി തിരിച്ച് വന്നിട്ട് ഞാനും ചേട്ടനും കൂടെ പോയിട്ട് ഷവർമ കഴിച്ചു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയുടെ ബേക്ക്ഡ് അവിടെ നിന്നാണ് കഴിച്ചത്. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഫേസ് പാക്ക് ഇട്ടു. സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഇഷ് എന്നുള്ള ഒച്ച കേൾക്കുന്നത് ബാക്കിൽ കുക്കർ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇന്ന് ഞാൻ ഹെയറൊക്കെ നല്ലോണം അങ്ങോട്ട് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഹെയറൊക്കെ നല്ലോണം കൊഴിഞ്ഞ് പന്നലായി തുടങ്ങി വല്ലാണ്ട്. അപ്പോൾ ഞാൻ കരുതി ആക്സ്കൂൾനെസ്സിൻ്റെ ഈ ഒരു ഹെയർ ഓയിൽ വെച്ചിട്ട് നമുക്ക് ഹെയറൊക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹെയർ മസാജ് ചെയ്യുമ്പോൾ ഈ മുടിയുടെ അറ്റം കൂടെ ഓയിൽ ചെയ്യാൻ മറക്കണ്ട. അതിനുശേഷം ഞാൻ തലമുടി കീഴ്പോട്ടിട്ട് ഇതേ ചെരുപ്പ് വെച്ച് നന്നായിട്ട് എന്താ പറയുക മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ വുഡൻ്റെ ചെരുപ്പ് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പ്ലാസ്റ്റിക്കിനായിട്ട് നല്ലത് അതായിരിക്കും. ഞാൻ കുറേയൊക്കെ ഹെയർ കെയർ ചെയ്ത് ഇപ്പോൾ നല്ലതായിട്ട് ഇരുന്നിരുന്നു മുടി. ഇപ്പോൾ ചെയ്യാത്തതുകൊണ്ട് വല്ലാണ്ട് ബോറായി തുടങ്ങി. അപ്പോൾ പിന്നെ എന്താ കരുതി, ഞാൻ രണ്ട് സൈഡിലും ഹെയറൊക്കെ കെട്ടി വയ്ക്കാമെന്ന് കരുതി, മെടഞ്ഞിടാമെന്ന് വിചാരിച്ചു. നിങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മെടഞ്ഞിട്ടേര്. അതാവുമ്പോഴത്തേക്കിനും എന്താണെന്ന് വെച്ചാൽ സ്പ്ലിറ്റ്നെസ് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.